എനിക്ക് ജലീലുമായി ഏതാണ്ട് ഒരു 4 പതിറ്റാണ്ടിൻ്റെ ബന്ധമുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഒരു വഴികാട്ടിയായിരുന്നു ജലീൽ എന്ന് പറഞ്ഞ തെറ്റാവുണ്ട്. എൻ്റെ പ്രവാസ ജീവിത കാലഘട്ടം മുതൽ ഞാൻ പരിചയപ്പെട്ടത് മുതൽ ഈ സമയം വരെ ആ ബന്ധം ഒരേപോലെ നിൽക്കും. ജലീലുമായി മാത്രമല്ല, ജലീലിൻ്റെ കുടുംബവുമായി അവരുടെ കുടുംബത്തിലെ മിക്കവാറും ആളുകളുമായി ഏറെ അടുത്ത് ബന്ധം. ജലീലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഞാൻ പരിചയപ്പെടുമ്പോഴും ഇങ്ങനെ ചെറിയ എത്ര രൂക്ഷമായ ബിസിനസ് സംബന്ധമായ പല വിഷയങ്ങളുണ്ടാകുമ്പോൾ ജലീൽ അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് കടലാസിൽ ഇങ്ങനെ കുത്തിക്കൊടുക്കും. അതെന്തെങ്കിലും ഒരു കവിതയെ അതിനാരും ശ്രദ്ധിക്കില്ല. ഞങ്ങളൊക്കെ ജലീലിൻ്റെ പിരാന്ത് എന്ന് പറഞ്ഞ് അതിനെ അവഗണിക്കും പലപ്പോഴും. എന്നാൽ ജലീൽ അത് തുടർന്നുകൊണ്ടേ ഇപ്പോഴും ജലീൽ ഒരു വേറിട്ട വ്യക്തിത്വമാണിത്. പ്രയാസപ്പെടുന്നവരോട്, കഷ്ടപ്പെടുന്നവരോട് ആർക്കും ജലീലിനെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റും. ആര് പറയുന്നതും ജലീലിനെ പെട്ടെന്ന് വിശ്വസിക്കും, സത്യമാണെന്ന് വിശ്വസിക്കും. അങ്ങനെ ജലീലിന് ഒരുപാട് ദുരനുഭവങ്ങൾ പ്രവാസ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ചെയ്യാത്ത കുറ്റത്തിന്, അദ്ദേഹം ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾക്ക് അദ്ദേഹം പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ട്, ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. വളരെ എന്താ പറയുക, ഇങ്ങനെ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു ആളുകൾ വളരെ പരിമിതമായുണ്ട്. അത്രയേറെ വ്യക്തിപരമായി ജലീലിനെ അറിയുന്ന ആളുകൾക്കാണ്. ഞാനും ജലീലുമായുള്ള ബന്ധം, ആ കുടുംബത്തെ നമ്മുടെ റഹീം മൗലവി, കരീം പിന്നെ മജീദ് ആ കുടുംബത്തിലെ എല്ലാവരും, നമ്മുടെ പ്രിയപ്പെട്ട ഗായകനായിരുന്ന അമീർ ഷെർവാണി, അങ്ങനെ തുടങ്ങി ഇവരൊക്കെ ആയിട്ടൊരു കുടുംബ ബന്ധം പോലെ എനിക്ക് അടുത്ത് ബന്ധമുള്ള ഒരാളാണ്. അതൊക്കെ ജലീലുമായുള്ള ബന്ധമായിരുന്നു. അപ്പോൾ ജലീലിൻ്റെ ആ ഒരു സൗഹൃദം ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ എനിക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അത്രയേറെ സഹായിക്കുന്ന, ആളുകളെ സ്നേഹിക്കാനും ആളുകൾക്ക് വഴികാട്ടാനും അവർക്ക് ആവശ്യമായി. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രവാസകാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വന്തം കാര്യങ്ങളെ മാത്രം നോക്കുന്ന, കാരണം അതിൻ്റെ ഒരു സാഹചര്യത. അവിടെ സ്വന്തം കാര്യം നോക്കാതെ അന്യർക്ക് വേണ്ടി ജീവിച്ച ഒരാളായിരുന്നു ജലീൽ. ഇപ്പോഴും ജലീലിനെ വിളിച്ചാൽ ജലീൽ എവിടെയാണ്? ജലീൽ ഉത്തരേന്ത്യയിലായിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും. ജലീൽ ഈ സേവനവുമായി തന്നെ നിരന്തരമായി പോകുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ ഒരു ജീവിതത്തിൽ മാതൃകയായി പകർത്തേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ജലീൽ ഇനിയും എഴുതാനും ഇതുപോലെ നാട്ടിലെ സൗഹൃദങ്ങളൊക്കെ തുന്നിച്ചേർക്കാനും ഒക്കെ ഇനിയും ഒരുപാട് കാലം സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം ബന്ന ഇവിടെ ഉണ്ട്. ബന്നേൻ്റെ ഞങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ പ്രവാസനത്തിനകത്ത് ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകളാണ്. ഏറെ അടുത്ത് വ്യത്യസ്ത ചിന്താധാരകളും അഭിപ്രായമൊക്കെ ആണെങ്കിലും പൊതുപ്രവർത്തകരെന്ന നിലയിൽ വളരെ അടുത്ത് ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരെയൊക്കെ കാണാനും ജലീലിൻ്റെ ഈ സൗഹൃദം വഴി ഇങ്ങനെയെല്ലാം നമ്മൾ നേരത്തെ നമ്മുടെ VT മുരളി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒരുമിച്ച് ഇരിക്കാനുള്ള ഇത്തരമിടങ്ങൾ, കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കുമല്ല അപ്പുറത്ത് നമുക്ക് ഇത്തരം ഇടങ്ങൾ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. എല്ലാവരും ഒരുമിച്ചിരുന്ന് നമ്മളൊക്കെ ഒന്നാണ്, ഒരു മാനുഷികമായ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ. അങ്ങനെയുള്ള വേദികൾ കുറയുമ്പോൾ ഇത്തരം വേദികൾ സ്വാഭാവികമായും ബാക്കിയെല്ലാം വിട്ടുകൊണ്ട് മാനുഷികമായ മൂല്യങ്ങളെ മാത്രം ഉയർത്തിപ്പിടിച്ച് ഉള്ള ചർച്ചയും കാര്യങ്ങളും വരുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നൽകുന്നുണ്ട്. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.